ഈ വേനൽക്കാലത്ത് തേക്കാൻ പറ്റാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു താളിയാണിത്. മുടി കൊഴിച്ചിൽ മാറാനും തലയ്ക്ക് തണുപ്പ് കൊടുക്കാനും മുടി വളർന്നു വരാനും താരൻ പോവാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി താളിയാണ് കേട്ടോ അത്. ഹലോ, ഹായ്, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടുപ്രദേശത്തു നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല സൂപ്പറായിട്ട് ഒരു നാച്ചുറൽ താളി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം എന്നാൽ നിങ്ങൾ വന്നോളൂ കേട്ടോ. താരൻ മാറാനും മുടി നല്ല സിൽക്ക് ആവാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താളിയാണിത്. പണ്ട് കാരണന്മാരായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ്, നമ്മൾ മുടിക്കൊക്കെ എപ്പോഴും താളി തേക്കണം, ചെമ്പരത്തി താളിയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മളെ ഈ കൂട്ടിനേക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് തന്നെയാണ് കേട്ടോ. നല്ല ചെമ്പരത്തി പൂവും ചെമ്പരത്തിന്റെ ഇലയും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. പിന്നെ ആ അഞ്ചിതളുള്ള ചെമ്പരത്തി പൂവ് ബെസ്റ്റാണ് കേട്ടോ. പക്ഷെ അതൊന്നും നമ്മളെ വീട്ടിലില്ല. അവിടെ ഉണ്ട്, പക്ഷെ അതിലാകെ ഇലയൊക്കെ കൊഴിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല ചെമ്പരത്തി പൂവ് തന്നെയാണിത്. അതിലേറെ കുറച്ച് കട്ടി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പൂവും ഇലയും ഒക്കെ ഒന്നുകൊണ്ട് പറിച്ചിട്ടെടുക്കാം. പിന്നെ ഇതാ നമുക്ക് വേണ്ടത് ഒരു കറ്റാർവാഴേന്റെ തണ്ടാണ് കേട്ടോ. അപ്പൊ അതാ ഒരു കറ്റാർവാഴയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കൂട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ കറ്റാർവാഴേന്റെ ഒരു മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ, ഒരു കറ, അതൊക്കെ ഒന്ന് നല്ലോണം കളഞ്ഞിട്ടെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്നുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട്, ഇതിന്റെ പൊടിയൊക്കെ ഉണ്ടാവും, വേനൽക്കാലല്ലേ, നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളെ കറ്റാർവാഴയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഈ വേനൽക്കാലത്ത് നമ്മളെ തലയ്ക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു താളി തന്നെയാണ് കേട്ടോ ഇത്. കറ്റാർവാഴ നല്ല തണുപ്പാണ്, ചെമ്പരത്തിയില തണുപ്പാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു താളി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മളിത് കൈ കൊണ്ട് തന്നെ ഉടച്ചിട്ട് താളിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അല്ലാതെ നമ്മൾ കല്ലിൽ വെച്ചിട്ട് ഉരക്കുക അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക ഒന്നും ചെയ്യണില്ല. നന്നായിട്ട് ഉടച്ച് ഒരു താളിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു മയത്തിൽ വേണം കേട്ടോ അങ്ങനെ ചെയ്യാൻ. അപ്പോഴേ തിന്ന് ആ ഒരു നീര് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ താളിക്കൂട്ട് ഇതാ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഇതിൻ്റെ ഈ നീര് മാത്രം കണ്ട് അരിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ താളിക്ക് ഇതാ ലാസ്റ്റ് ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേഗം തലയിൽ തേച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ താളിയൊക്കെ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് തലയിലൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ പറ്റിയതിന് ശേഷം ഇതൊക്കെ തേച്ചിട്ട് ഒന്ന് കുളിക്കട്ടെ. ഇതിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ ഞാൻ ഇത് തേക്കുന്നത്. കാര്യം ഇത് കുറച്ച് ലൂസാണ്, നമ്മൾ സാധാരണ പാക്ക് ഇടുന്ന പോലെയല്ല. അപ്പോൾ ഇവിടെ ആകെ ആവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇത് പോയിട്ട് തേച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് തലയിൽ 10 മിനിറ്റ് പിടിപ്പിച്ചാൽ മതി കേട്ടോ. നമ്മളെ കുളിയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ തലയിലൊക്കെ വേണ്ടത് അങ്ങനെ പിടിച്ചോളും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമന്റ് അറിയിക്കുക എങ്ങനെയുണ്ട് എന്നൊക്കെ. നമ്മളെ മുടി കൊഴിച്ചിൽ മാറാൻ നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം ചെമ്പരത്തിത്താളി തന്നെയാണ് കേട്ടോ. ചെമ്പരത്തിത്താളിയും ചെമ്പരത്തി പൂവും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന താളി തന്നെയാണ്.
അപ്പൊ ഇനി എന്താ പിന്നെ പറയാനുള്ളത്? അപ്പൊ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിമുട്ട തേച്ചിട്ട് മുടിയിൽ കായ വന്നു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു കേട്ടോ അത് സംഭവം, അങ്ങനെ സംഭവം ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ആ കമന്റ് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ കുറേ വർഷങ്ങളായി ഞാൻ കോഴിമുട്ട തേക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ കായം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലെണ്ണയൊക്കെ കൂടുതലായിട്ട്, നല്ലെണ്ണയാണ് തലയിൽ തേക്കണമെന്ന് വെച്ചെങ്കിൽ അവർക്ക് അങ്ങനെ കായ ഉണ്ടാവാറുണ്ട്. പിന്നെ നനഞ്ഞ മുടി കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെയാണ് അങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത് കേട്ടോ. പക്ഷെ കോഴിമുട്ട തേച്ചിട്ട് കായ ഉണ്ടാവുക എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയൂല കേട്ടോ. ആരെങ്കിലും അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയുണ്ടു. അപ്പൊ എന്തായാലും ഞാൻ ഇനി ഇതൊക്കെ തേച്ചിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ അതാ ഞാന് താളിയൊക്കെ തേച്ച് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. നല്ല സൂപ്പർ താളിയാണെന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി അറിയാം കേട്ടോ. അപ്പൊ ഒന്ന് ഉണ്ടാക്കിയേക്കും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമല്ലേ. അപ്പൊ